തൃശ്ശൂരുണ്ടായ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം, തിരുവനന്തപുരത്തുണ്ടായ ബി ജെ പിയുടെ മുന്നേറ്റം, ഒപ്പം തൃശ്ശൂർ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് ബി ജെ പിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൻ്റെ ഒരു സൂചനയാണോ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തുന്ന ഒരു മുന്നേറ്റം? ഒപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തെ മുന്നേറ്റത്തെയും അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ഷോൺ ജോർജ്? ജയിച്ച സീറ്റുകൾ മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് ചുമതല ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഞാൻ പറയാം, ഗണ്യമായ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ഗണ്യമായ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ എന്റെ ചുമതല വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, തൃശ്ശൂരും അത് തന്നെ. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾ നടത്തുന്ന ചില പ്രീണനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും ചില ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന പ്രീണനങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്ന് കേരള സംസ്ഥാനത്ത് ഇതിന്റെ വിധി പൂർണ്ണമാകുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ട് പൂർണ്ണമാകുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഈ വരാൻ പോകുന്ന രാഷ്ട്രീയം എന്താണെന്നും കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിയതിന്റെ കാര്യം എന്താണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോ ദേശീയ തലത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ച് സീറ്റാണ് ബി ജെ പി. അന്ന് കിട്ടാതിരുന്ന സീറ്റ് കേരളത്തിൽ 2 ലോക്സഭാ സീറ്റാണ് ഇപ്പോ ബി ജെ പി വിജയത്തിലേക്ക് അടുക്കുന്നത്. അപ്പോ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായ, കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ വ്യത്യസ്തമായി ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായ ഒരു സാഹചര്യത്തെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായി വീശി തുടങ്ങിയിരിക്കുന്നു.